ഗൈസ്, അപ്പൊ ഞങ്ങൾ വന്നേക്കണ്ട റംബുട്ടാമിന്റെ ഫാമില്, റംബുട്ടാന്റെ ഫാമിലാണ് വന്നേക്കണ്ട. ഇത് നോക്കിയാൽ നിങ്ങൾ എന്തോരം ഇഷ്ടം പോലെ ഉണ്ട് ഈ ഫാമിലി. ജസ്റ്റ് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്ന വഴിക്ക് കേറിയതാണ്, പക്ഷെ ഇത് ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞിട്ടാ. വെറുതെ റീല് വന്നപ്പോ റീലൊന്നും ഷെയർ ചെയ്ത് ഇച്ചായിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇച്ചായി എന്നെ നെറ്റിച്ചടഞ്ഞു. ഇച്ചായി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു സ്ഥലമുണ്ട് ബാ പോവാന്നും പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇവിടുത്തെ ചേച്ചിനെയും വിളിച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ടേസ്റ്റിലും ഡിഫറൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് വരുന്നതെല്ലാം ഞാൻ ആ ചേട്ടനോട് പറയാം. കാരണം നമുക്ക് ഇവിടത്തെ സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല. കുറച്ച് പാടുള്ള പേരുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ചേട്ടനോട് നമുക്ക് റംബൂട്ടാനെ വാങ്ങാൻ വേണ്ടി പൊട്ടിച്ച് വെച്ചിരുന്നു. കൊടകരം മറ്റത്തൂർക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. NH 2 കിലോമീറ്ററാണ് നമ്മുടെ ഫാമിലിക്ക് വരുന്നത്. അതുപോലെ നല്ല ചുവന്ന പഴങ്ങളാണ് നമ്മുടെ ഫാമിലി ഇപ്പൊ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണേ. നമ്മള് കടകളിൽ ചെറുതാണ്ട് ഇത്രയും വലുതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. സൈസും ഇതായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. ഭയങ്കര ഡിഫറൻറ്റാ. ഇതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് തമിഴ്നാട്ടിലേക്ക് അങ്ങനെയൊക്കെ പോണേ. നമ്മുടെ നാട്ടില് ഈ നല്ല റംബൂട്ടാനൊന്നും മാർക്കറ്റിൽ തരില്ല. ശരിയാണ്ടോ, നമ്മള് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടിയ നോക്കി നല്ല അടിപൊളിയാണ്ടോ. അപ്പൊ താല്പര്യമുള്ളവർക്ക് നേരെ ഇങ്ങോട്ട് വന്നോ. ഞാൻ ഈ ചേട്ടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ വെച്ചേക്കാം. എന്തായാലും Padane gare zare re za, padane gare zare zare, padane gare zare re ma 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 re re sa ma 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 re re sa ni gare sa ni da pa, padane gare zare re za, padane gare zare zare, padane gare zare ni ma 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 re re sa ma 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 re re sa ni gare sa ni da. ഇത് റംബൂട്ടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടിട്ട് ഇവിടെ മാത്രമല്ല, ഇവിടെ ഒരുപാട് ഉണ്ട്. പിന്നെ ഇവർക്ക് ഇത് വിൽപ്പന മാത്രം, ഇവിടെ തയ്യും കൊടുക്കില്ല കേട്ടോ. തയ്യും വിൽപ്പന ഉണ്ട് കേട്ടോ. തയ്യൊക്കെ കൊടുക്കാനുള്ള തൈകളൊക്കെ ഇവിടെ ഉണ്ട്. ചെറിയ തൈയിൽ വരെ കായായിട്ട് നിൽക്കുന്നത് ഞങ്ങളെ കാണിച്ചു തന്നായിരുന്നു. അപ്പച്ചൻ വന്ന് കാണിച്ചു തന്നായിരുന്നു. ഞങ്ങൾ ഈ വെച്ചേക്കണ തൈകളില് പൂവ് കായ്ക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇത് ചെറിയ തൈയിലാന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞത് കാണിച്ചു തന്നത്. ഈ തൈയൊക്കെ കൊടുക്കാം. പല പല റേറ്റ് ഉണ്ട്. 750, 1000 അങ്ങനെ പല റേറ്റ്. ഞാനത് കാണിച്ചു തരട്ടെ. നിങ്ങൾക്ക് പറഞ്ഞില്ലേ ചെറിയ തൈകൾ വരെ ഉണ്ടാവുമെന്ന്. 1.5 കൊല്ലമായ തയ്യാണ്ടേ കാണുന്നത്. നോക്കി റംബൂട്ടാൻ തൈ കിടക്കുന്നത് 1.5 കൊല്ലമായ തൈയിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ഇവരുടെ റംബൂട്ടാൻ ഭയങ്കര ഫേമസ് ആണ്. അതേപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ ഈ ലൊക്കേഷനിൽ വന്നെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഹോളോ ബ്രിക്സ് ഉണ്ട്. CR ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോളോ ബ്രിക്സ് ഉണ്ട്. അതും ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. അപ്പം ആ ഒരു പേര് പറഞ്ഞാലും ഇവിടെ വരാട്ടോ. അതെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ വരാം. ഓക്കെ, ഞങ്ങൾ അവിടെ നിന്ന് എത്തിയിട്ടോ ഗൈസ്. ഓക്കെ, വന്നിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഈ കാണുന്നത്. ഞാൻ ഓർക്ക് തരുന്നത് ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ വക ഒരു ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്കല്ലേ അതും തന്നിട്ടാ. സംഭവം അടിപൊളിയാണ്. അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ റംബൂട്ടാൻ്റെ ടേസ്റ്റും ഈ ഒരു ടേസ്റ്റും രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ സൈസിലും വ്യത്യാസമുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിയ സൈസാണ്. ഇതേ കാണിച്ചു തരാട്ടെ. ഇത് നോക്കിയാൽ ഇതിൻ്റെ സൈസ് നോക്കിയ ഗൈസ് നിങ്ങൾ ഇതേ നോക്കിക്കോട്ടെ. ഇത്രയും വലുതാണ്. പിന്നെ ഇതിൻ്റെ കളറും അതുപോലെ ടേസ്റ്റും അവർ പറഞ്ഞു സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന റംബൂട്ടാൻ പോലെ അല്ല. ഇതിൽ കുറേ പണി ചെയ്യാനുണ്ട്. റംബൂട്ടാൻ നടണേയും പറ്റി, വെള്ളം ഒഴിക്കണേനെ പറ്റി അങ്ങനെ. അപ്പൊ നമ്മുടെ വീട്ടിലിവിടെ ഇപ്പൊ നമ്മള് ഇവിടെ വാടകയിലാണെങ്കിലും ഇവിടെ 2 റംബൂട്ടാനുണ്ട്. അപ്പൊ നമ്മളും അതുപോലെ തന്നെ വെള്ളമൊഴിച്ച് കയറിങ് കാര്യങ്ങൾ ചെയ്ത് തടവൊക്കൊരിക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ചുമയുണ്ട് കേട്ടാ. മാറി വന്നുള്ളൂ. അപ്പം തടവും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇത് എങ്ങനെയാണ്? അവിടെ 2 എണ്ണം ഉണ്ട്. അപ്പം ഈ തവണ ഞങ്ങൾക്ക് വളരെ കുറവായിരുന്നു. ഒരെണ്ണത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത്, അല്ലേ ആ ചേട്ടൻ പറഞ്ഞത് കായ്ഫലം നമുക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കൊമ്പൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കണം. എന്നാലേ അടുത്ത തവണ അതിൻ്റെ ഇരട്ടിയായിട്ട്
പിന്നെ ഉണ്ടാവും ഇനി ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ താഴെ ഇങ്ങനെ കൊമ്പ് കിടക്കണമെന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കൊടുക്കുക. പിന്നെ വെള്ളം അത്യാവശ്യം ഇതിന് വേണം. ഞങ്ങളോട് ഒരാൾ പറഞ്ഞത് ഇതിന് വെള്ളം ഒഴിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കൊല്ലം വെള്ളം കുറച്ചാണ് ഒഴിച്ചത് ഇല്ലേ. അപ്പം പക്ഷേ കഴിഞ്ഞ തവണ എന്ന് പറയുന്നത് കുറേ വെള്ളം ഒഴിക്കുന്നത്. അതുകൊണ്ട് 2 എണ്ണത്തിൽ കൊലകുത്തിയാണ് കഴിഞ്ഞ പോലെ ഇവിടെ ഉണ്ടായത്. ഈ പ്രാവശ്യം തീരെ കുറവായിരുന്നു റംബുട്ടാൻ. അപ്പൊ അത് പറഞ്ഞ് ഈ മഴയൊക്കെ കഴിയാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നവംബർ മാസമൊക്കെ ആകുമ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പൊ അത് ശരിയാകും. 1.5 വെച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി ആദ്യത്തെ വീക്കിൽ തന്നെ ഈ സാധനം പൂക്കാൻ തുടങ്ങുന്നു. ആ പൂക്കണ ടൈം മുതൽ വെള്ളം നല്ലപോലെ കൊടുത്തോളാനാ പറഞ്ഞത്. നിനക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. മയിലൊക്കെ വന്നതും മയില് വന്നു എന്റെ പൊന്നെ. ആ പെട്ടെന്ന് നോക്കി ഒരു സാധനം വളർന്നോള്. അപ്പൊ ഞാൻ അയ്യോ മയില് മയില് അതവിടെ വന്നതാണ്ട്. അവരുടെ വീടിന്റെ ഓടിന്റെ പൊക്കത്തൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കണം. കാണാൻ നല്ല രസം. ആൺമയിലാണ്. കാര്യം വാലിനൊക്കെ നല്ല നീട്ടുള്ളതാണ്. ആൺമയിലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചില ഫാമിലി കണ്ടേക്കണത്, ഫാമെന്ന് വെച്ചാൽ വേറെ ഫാമിൽ പോയേക്കണമെന്നല്ല, ഈ വീഡിയോയിൽ നമ്മൾ കാണുമല്ലോ റംബുട്ടാന്റെ മരങ്ങൾ മൂടിയിട്ടേക്കണേ, നെറ്റിട്ട് മൂടിയിട്ടേക്കണേന്. പക്ഷെ ഇത് മൂടിയിട്ടേക്കണേന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു 3-4-5 മരങ്ങൾ ഒരുമിച്ചാണ് മൂടിയിട്ടേക്കണത്. അതായത് ഇങ്ങനെ 5 മരങ്ങളല്ല, ഒരു 8-10 മരങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കവർ ചെയ്ത് കളഞ്ഞു. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടി കയറി ഇറങ്ങി ഇങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കിടക്കാട്ടെ. പിന്നെ ഇഷ്ടംപോലെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ പറഞ്ഞു ചേട്ടൻ അപ്പൊ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ വീഡിയോ എടുത്ത് ഇടുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ഞങ്ങളിപ്പോ ഒരു വീഡിയോ എടുക്കാനുള്ള ഇതിലല്ല വന്നതെന്ന് വെച്ചാൽ ഞങ്ങള് കൊടകരയിൽ ഒന്ന് പോയതാണ്. പോയപ്പോഴത്തേക്കും അതിന് മുമ്പ് ഞാൻ ഞങ്ങൾക്ക് റീൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചായി ഈ റീലൊക്കെ കൊടകരയിലായിട്ട് നമുക്ക് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു കൊടുത്തതാണ്. പക്ഷെ ഇച്ചായി അവിടെ ഇരുന്ന് ഞാൻ അവിടെ നിന്ന് വർത്താൻ പറഞ്ഞിരിക്കുന്ന നേരത്ത് ഇച്ചായി ആ ടൈമിൽ ഞാൻ ആ സമയത്ത് റീൽ കണ്ടിട്ട് ഒരു ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ഇത് എവിടെ സ്ഥലം ഞാൻ കൊടകരയിൽ ഇങ്ങനെ വന്ന ആവശ്യം ഉണ്ടായിരുന്നു പറഞ്ഞ് അത് ഇങ്ങനെ പറഞ്ഞു തന്നു. കറക്റ്റായിട്ട് ആ സ്പോട്ട് പറഞ്ഞത് ഹോളോ ബ്രിക്സ് ഉണ്ട്, CR ഹോളോ ബ്രിക്സ് എന്ന് പറഞ്ഞ് ചോദിച്ചു വന്നാൽ ഞാൻ കറക്റ്റായിട്ട് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ ബിനീഷിനോട് പറഞ്ഞില്ല, ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്തിട്ട് സ്ഥലം വരെ പോകാന്ന് പറയും. ഈ ഫാമിലോട്ടാണ് പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബിനീഷ് ഞെട്ടിപ്പോയിട്ടാ. കൊണ്ടുവന്നത് പോയത് വളരെ ഒരു മിസ്സായി പോയില്ലെങ്കിൽ അത്രയും. നിങ്ങൾ ഇതിന്റെ കളറൊക്കെ കണ്ട റംബൂട്ടാനെ നിങ്ങൾ നോക്കി, ഇത്ര റെഡ്. പിന്നെ ഇതിന്റെ അകത്തൊക്കെ ഇഷ്ടമല്ല. ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറിച്ചെന്നാണ്. അതിൻ്റെതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന പോലെ അല്ല. ഇതേ കണ്ടല്ലേ ഇതിന്റെ അകത്തോട്ട് നോക്കി എല്ലാം വേണ്ട പറിച്ചെടുത്തതാണ്. ഇതുണ്ടാ ഇതൊക്കെ കളറ് കണ്ടോ. ആ ചേട്ടൻ ഇങ്ങനെ പറിച്ചെടുത്തതിന് ഭയങ്കര ടേസ്റ്റ്. ഇതൊക്കെ കണ്ട നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ഈ ഒരു വലിപ്പത്തിലും ടേസ്റ്റിലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. കാര്യം ഏറ്റവും കൂടുതൽ റംബൂട്ടാൻ കഴിക്കുന്ന ആൾക്കാരായിരിക്കും ഞാൻ വിനിശായിരിക്കും. എല്ലാ സീസണിലും എവിടെ കണ്ടാലും മേടിക്കും. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം പോയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോണ വഴി തിരുവനന്തപുരം വരെ ബിനീഷൊക്കെ തിന്നാനുള്ള റംബൂട്ടാൻ മേടിച്ചു വെച്ചാൽ വണ്ടിക്കകത്ത്. തിരിച്ചു വന്നപ്പോഴും അതേ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പൊ ഇനി ഒരു ദിവസം ഞങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളൊരു വീഡിയോ എടുക്കാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ ആ ചേട്ടൻ പറഞ്ഞ് നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കുന്ന സംഭവം കൂടി ഉണ്ട് അവര്. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് നമ്പർ എന്തായാലും ഞങ്ങൾ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ നമ്പറിലോട്ട് ഞങ്ങളുടെ നമ്പറിലെടുത്ത് വിളിക്കരുത്. ഇതിന്റെ താഴെ ഞങ്ങളൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾ ആ ചേട്ടനെ വിളിച്ച് സംസാരിക്കുക. അപ്പൊ ആ ചേട്ടൻ റേറ്റും കാര്യങ്ങളൊക്കെ പറയും. വളരെ കുറഞ്ഞ വിലക്ക് തന്നെയാണ് അവര് കൊടുക്കുന്നത്. പിന്നെ കൊറിയർ ചാർജ് അതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇവര് എവിടെ, അതായത് ബാംഗ്ലൂർ എവിടെയെന്ന് വെച്ചാൽ ഏത് സ്ഥലത്തോട്ട് വേണമെങ്കിലും അവർ ചെയ്തിട്ട്. അതുപോലെ തൈകള് 1.5 കൊല്ലമായ തൈയിൽ കായ ഉണ്ടായേക്കണത് അത് പിടിപ്പിച്ച് പണികൾ അങ്ങനെയും തരും അവർ. ഏതൊക്കെ രീതിയിൽ വേണം. പിന്നെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ എന്തോരം വളം വേണം, എങ്ങനെ വെള്ളം ഒഴിക്കണം, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ചേട്ടൻ്റെ അപ്പച്ചൻ ഞങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടാ. അപ്പച്ചനെ കണ്ടാലും മതി, നിങ്ങൾക്ക് അപ്പച്ചൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പിന്നെ അതുപോലൊരു മീൻ കുളമൊക്കെ ഉണ്ട്. അതിനകത്ത് കുളമാണ് വെള്ളത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അതിനകത്തും വലിയ വലിയ മീനുകളും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി. അപ്പച്ചനും നല്ല സ്റ്റൈലായിട്ടാണ് സംസാരിക്കണത്. അതായത് അങ്ങനെയല്ലടാ, ഒരു മടിയില്ല. ഞാൻ ഇപ്പൊ രണ്ടുപേരോട് പറഞ്ഞില്ല ഇനി അടുത്ത ആളോട് എനിക്ക് വയ്യെന്ന്, അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാവരും ഹാപ്പി ആക്കിയാണ് നിർത്തണവര്. അതെ അതെ. അതായത് ഈ ഫാം കൂടുതൽ പേരിലോട്ട് എത്തിയിട്ടില്ല, അതാണ് ഏറ്റവും വലിയൊരു ഇത്. അപ്പൊ ചേട്ടനും ഒരു ഫാമിങ്ങിന് ഒരു ഫാം ഉണ്ടെന്നുള്ളത് പുറത്തോട്ടൊന്ന് എത്തണം എന്നുള്ളൊരു ആഗ്രഹം ആ ചേട്ടനുണ്ട്. അപ്പം പറ്റുന്നവരെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റംബൂട്ടാൻ അല്ലെ ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ അതേപോലെ റംബൂട്ടാൻ കാണണമെന്നുള്ളത്. പിന്നെ ദൂരെ നാടുകൾക്ക്
ഇപ്പൊ കടകളിലൊക്കെ 450 രൂപ 550 രൂപ വരെ നമുക്ക് ചിലവര് വാങ്ങണ്ട ഞങ്ങള് കേട്ടത്. അതെ, അപ്പൊ ചില ബാംഗ്ലൂരൊക്കെ ചിലപ്പോ എനിക്ക് തോന്നുന്ന റേറ്റ് കൂടുതലൊക്കെ ആയിരിക്കും. തമിഴ്നാട്ടിലോട്ടാണ് അല്ലെന്നെ വിളിച്ച പലം പറഞ്ഞു 440 രൂപ എരമല്ലൂര് ഭാഗത്ത് വന്നെന്ന് പറഞ്ഞത്. അല്ല ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞത് ബാംഗ്ലൂരോട്ട് അങ്ങോട്ട് കഴിക്കണത്, തമിഴ്നാട്ടിലോട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ അയക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിലും പറയാ. അപ്പൊ ചേട്ടൻ എന്തോരം റംബൂട്ടാൻ നമ്മുടെ റോണോനും ഭയങ്കര ഇഷ്ടം. ശരിക്കും എന്റെ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അമ്മച്ചിക്ക് ഇപ്പൊ പുളി ഉണക്കണ തിരക്കിലായപ്പോണ്ട് ഞങ്ങൾക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല, അമ്മച്ചിക്ക് ഇങ്ങോട്ട് വരാനും. അതെ, എനിക്കും പനിയായിട്ട് ഞാൻ ഇന്നലെ പുറത്തോട്ട് ഇറങ്ങിയത് സത്യം പറഞ്ഞാല്. വിനീഷൊക്കെ പയ്യാതിരിക്കാനുണ്ടാ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പനി വന്നിട്ട് നമ്മളിവിടെ അടുത്തുള്ള സിസ്റ്ററുണ്ട്, സിസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ മരുന്നും ടാബ്ലറ്റും കൊടുത്ത് ഇഞ്ചക്ഷൻ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം മാറുമെന്ന് പറഞ്ഞ് പുറത്ത് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നാണ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. ആള് തീരെ വയ്യാണ്ടായി പോയി. 2 ദിവസം നല്ല കിടപ്പായിരുന്നു. അറിയാലോ, കിടന്നു കഴിഞ്ഞപ്പോ നമ്മുടെ പാടും പാവം. ഇത്രയൊക്കെയുള്ള റംബൂട്ടാൻ പൊട്ടിച്ച് കണ്ടേ. എന്റെ ഈ ഒരു വിരലിന്റെ അത്ര പൊക്കൊണ്ട് റംബൂട്ടാൻ പൊട്ടിച്ചടാ നോക്കിട്ടോ ഗൈസ്. നെക്കി പൊട്ടിക്കാൻ എനിക്ക് പേരുമില്ല. എന്താ നീ പറയുന്നത്? ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇങ്ങനെ പൊട്ടണം, അല്ലാത്തത് പൊട്ടൂല. ഞാനിങ്ങനെ ഒരു വെള്ളമുണ്ട്, ആ വെള്ളത്തിന് നല്ല ടേസ്റ്റ്, നല്ല മധുരം. ചിലവർ അയ്യ ഇങ്ങനെയൊക്കെ കാണിക്കില്ലെന്ന് പറയും. പക്ഷെ ഇതൊക്കെ അതെല്ലാവരും ചെയ്യണ കാര്യങ്ങളാണ്. എങ്ങനെയുണ്ട്? ഞാനിങ്ങനെയാണ് ചിലപ്പോ വായിലിട്ടത് എങ്ങനെയുണ്ട് ടേസ്റ്റ്? പൊളിയല്ലേ? അപ്പോൾ അതെ ഇത്രയൊക്കെ ഉള്ളത് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ റംബൂട്ടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നല്ല റേറ്റ് കുറവിന് നമുക്ക് റംബൂട്ടാൻ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.